ഒരു ഡിഷ് ട്രെൻഡായി കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്യാൻ ഭയങ്കര ത്വരയാണ്. പക്ഷെ ആ എടുത്ത് വെച്ച വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വലിയ ത്വരയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രെൻഡായിട്ട് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് അവസാനം ഞാനായിരിക്കും ഉണ്ടാക്കുക. ഇഫാ ചിക്കൻ ഒന്ന് ഉണ്ടാക്കിയാലോ. ആദ്യം ചിക്കൻ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓവർനൈറ്റ് വെക്കുന്നതാണ് ബെറ്റർ. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ടതിന് ശേഷം അത് നല്ലപോലെ മെൽട്ടായിട്ടാകുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കന് ഇതിലൂടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ ചിക്കനെല്ലാം പാനിലേക്ക് ആക്കിയതിന് ശേഷം അത് മൊരിയുന്ന സമയം കൊണ്ട് നമുക്ക് ചീസ് മിക്സ് ഉണ്ടാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് മുട്ട, അതിനുശേഷം വെളുത്തുള്ളി, ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ദെൻ ഇതിലേക്ക് ചീസ് പാറ്റീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് പാറ്റീസ് നമുക്ക് വേണ്ടത്ര ആഡ് ചെയ്യാം. നല്ലോണം ചീസി ആണെങ്കിൽ നല്ലോണം ചീസ് പാറ്റീസ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണം. മെയിൻ ആളായിട്ടുള്ള നമ്മൾ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യുക. ഫ്രഷ് ക്രീം നല്ലപോലെ തന്നെ ആഡ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചില്ലി ഫ്ലേക്സ് ഇടുക. ചില്ലി ഫ്ലേക്സ് ഇട്ടില്ലെങ്കിൽ എരിവിന് കുറച്ച് കുറവുണ്ടാവും. അതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പിൽ കുറച്ച് ഓയിലും ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ്റെ മേലേക്ക് വീണ്ടും കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. കുറച്ച് ക്രീമി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അടിച്ചെടുത്ത ആ ഒരു മിക്സ് ഇതിലേക്ക് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് സമയം അടിച്ച് വെക്കുമ്പോഴേക്കും നമ്മൾ ഇഫാ ചിക്കൻ റെഡി ആയിട്ട് നല്ല സ്മെല്ലാണ്. വേണമെങ്കിൽ അതിൻ്റെ മേലേക്ക് നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ഗ്യാസിൽ വെക്കുക. പിന്നെ തുറക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്നറിയാം. ഇനി ട്രൈ ചെയ്യാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സാധനമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.